ഞാനുണ്ടല്ലോ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. അത് എങ്ങനെ എനിക്ക് എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല. നിങ്ങളിത് ഈ ക്യാപ്ഷനിൽ കണ്ടതുപോലെ അത്രമേൽ പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ ആൾ നാളെ എത്തും. ഇനി ഇതേ ഒരു ദിവസം കൂടെ ഉള്ളൂ. ഞാൻ അതും ക്രോസ് ചെയ്തിട്ടിട്ടുണ്ട്. ഒരു മാസമായിട്ട് ഞാനിങ്ങനെ എണ്ണി ഇരിക്കുകയായിരുന്നു കേട്ടോ. നാളെ 7-ാം തീയതിയാണ് രാത്രി ആൾ നാട്ടിലേക്ക് എത്തുന്നത്. എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. 2 വർഷത്തിന് ശേഷം ഞങ്ങൾ നേരിട്ട് കാണാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് കുറച്ച് ഒരുക്കങ്ങൾ, വേറെ ഒന്നുമില്ല. പ്രവാസി ഭാര്യമാർക്കും ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ളവർക്കൊക്കെ ഞാൻ പറയുന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ജസ്റ്റ് നമുക്കൊന്ന് മിനുങ്ങണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അടുത്തുള്ള പാർലറിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല രീതിക്ക് ടാനൊക്കെ അടിച്ചിട്ട് ആകെ ഷോക്കായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഡീറ്റാണൊക്കെ അങ്ങോട്ട് ചെയ്ത് ആ ടാനൊക്കെ കളയാമെന്ന്. അങ്ങനെ ഞാനിവിടെ അടുത്തുള്ള പാർലറിലെത്തി. അടിപൊളി പാർലറാണ്, ഇവിടെ നല്ല ആംബിയൻസാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു പപ്സും ഫലൂഡ എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. എവിടെ പോയാലും ഞാനിപ്പോൾ കഴിക്കും, എന്താണെന്നറിയില്ല, അഡിഷനായിപ്പോയി. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും കുറച്ച് അല്ലറ ചില്ലറ ഷോപ്പിങ്ങും കാര്യങ്ങളുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അങ്ങനെ ചിക്കൻ അതൊക്കെ എടുക്കണം. അതായത് പ്രിപ്പറേഷൻ, അടുത്ത ദിവസത്തേക്കുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്കറിയാം, ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഇത്രയും ദിവസം ഇങ്ങനെ കാത്ത് നാണാണോ എന്തോ എനിക്കറിയില്ല, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ക്ലിപ്പാണ് കേട്ടോ. എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ നാളെ ആളെത്തും. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുത്ത് പോസ്റ്റ് ചെയ്യും. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്കത് കാണാമല്ലോ. അങ്ങനെ ആകെ 30 ദിവസത്തെ ലീവിലാണ് കേട്ടോ ആൾ നാട്ടിലേക്ക് വരുന്നത്. ഈ ഒരു 30 ദിവസം 30 സെക്കൻഡ് പോലെ പോവും എന്നുള്ളതാണ് ഏക സങ്കടം.